ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് എളുപ്പത്തിൽ എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഡെക്കറേഷൻ ആവശ്യമുള്ള ഉണക്കമുന്തിരിയും കാഷ്യൂസും വറുത്തെടുക്കാം. വറുത്ത് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ളതാണ്. ബാക്കി വന്ന നെയ്യിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒണിയനും ക്യാരറ്റുമാണ് യൂസ് ചെയ്യുന്നത്. ഒണിയൻ ഒരു ചെറിയ ഒണിയനാണ് എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പിട്ട് നമുക്ക് നല്ലോണം മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് നമുക്ക് ഈ മിക്സ് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത്. നമ്മളെടുത്ത വെജിറ്റബിൾസിൻ്റെയും റവയുടെ അളവിന് വേണ്ടിയിട്ട് അനുസരിച്ചാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന റവയ്ക്കനുസരിച്ച് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ടേസ്റ്റിന് വേണ്ടിയിട്ടല്ല, കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്രയും അളവ് കുറച്ചിട്ടാൽ മതി. ഇതെല്ലാം നല്ലവണ്ണം വെന്തതിന് ശേഷം നമുക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വറുത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് കട്ടകളില്ലാതെ നല്ലവണ്ണം ഇളക്കി എടുക്കേണ്ടതുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുമായിരിക്കും ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയല്ലേ. പക്ഷേ ചിലപ്പോൾ അറിഞ്ഞൂടാത്ത ആൾക്കാരും കാണും. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ നല്ലവണ്ണം വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് ഉപ്പുമാവ് വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം നമുക്ക് ഗാർണിഷ് ചെയ്ത് കുറച്ച് മല്ലിയിലയും ബാക്കി നമ്മൾ ആദ്യമേ വറുത്തെടുത്ത് വെച്ച് കിസ്മിസും എല്ലാം ചേർത്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുത്ത് ചൂടോടെ സെർവ് ചെയ്ത് നമുക്ക് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ചങ്കിന് കുക്കിംഗ് പഠിക്കാനായിട്ട് ഇഷ്ടമുള്ളൊരു ചങ്കിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം.